നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ മൈദയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. 1 ടീസ്പൂണോളൊക്കെ ഉപ്പ് മതിയാകും. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയും ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കൂലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കി ഞാനിപ്പോൾ ഇതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ച് നല്ല പോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഫില്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സവാള നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഈ സവാള നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ 7 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ വറ്റൽമുളകൊക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്ത വറ്റൽമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ 3 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുത്തതാണിത്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കൈകൊണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ വറ്റൽമുളകൊക്കെ ക്രഷ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു മിക്സിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് ഇവിടെ നല്ല നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഒരേ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ വലിപ്പത്തിൽ റൊട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നല്ല ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ ഇത്. എന്നിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കൂലേ, അതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഈ ഒരു സൈസിലാണ് ഇപ്പോൾ ഞാൻ ബോൾസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കുറച്ച് പൊടി തൂവിയിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് റൊട്ടി പരത്തിയെടുക്കുക. നല്ല തിക്കും അല്ല നല്ല തിന്നും അല്ല, അതൊരു മീഡിയം തിക്നെസ്സിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ റൊട്ടി ഇവിടെ നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്കെല്ലാം പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടി കളഞ്ഞാൽ മതി. ഈ ഒരു സൈസിലാണ് ഇപ്പോൾ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ റൊട്ടി ഒന്ന് ചുട്ടെടുക്കുക. ഒരു വശം നന്നായിട്ട് കുമിള വെച്ച് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നല്ല പോലെ പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. അതുപോലെ ബ്രൗൺ കളർ കാണുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പോൾ ചുട്ടെടുത്തിട്ടുള്ള റൊട്ടി ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറും ടൊമാറ്റോ സോസ് എടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ നല്ല സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചീസാണ് കേട്ടോ. ഇത് മൊസറല്ല ചീസാണ്. അപ്പോൾ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, എന്നാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചീസ് ഇല്ലാതെ നമുക്കത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഉണ്ടല്ലോ, പൊട്ടറ്റോയുടെയും സവാളയുടെയൊക്കെ മിക്സ്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക. റൊട്ടി കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. പിന്നെ വീണ്ടും കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതൊന്ന് മടക്കിയെടുക്കണം കേട്ടോ വേണ്ടത്. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഒത്തിരി ഒന്നും പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. ഇനിയെല്ലാം ഇതുപോലെ തന്നെ ഫില്ലിങ്സ് വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതിൽ വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഒരു വശം ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ട് വശവും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇനി ബാക്കിയുള്ളതും ഇതേ ഓയിലിൽ തന്നെ ഇട്ടുകൊണ്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഓയിൽ വറ്റുമ്പോൾ പിന്നെ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി വെറൈറ്റി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ നിന്ന് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, എന്നാൽ തന്നെ വയറ് നിറയും. പിന്നെ ഇതിലേക്ക് കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കാം, അതുപോലെ ഈവനിങ് സ്നാക്കായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കണ്ടില്ലേ, ചീസൊക്കെ നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസിലൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെറൈറ്റി ടേസ്റ്റി റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.